2021 ശേഷമുള്ള ട്രോഫികൾ ഞങ്ങൾ കണ്ടു ആകെ നെട്ടിപ്പോയി. ഇനി നിങ്ങൾക്കും കാണിച്ചു തരാം. ആ മനോഹര കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടാ. ഇത് നോക്കിയേ, വലിയ 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 ട്രോഫി നമ്മൾ എടുത്താൽ പോലും പോകില്ല. അതുപോലെ തന്നെ ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് ട്രോഫി, അതുപോലെ തന്നെ മെമന്റോ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു. 33 സംതിങ് ഒക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നോക്കിയേ, ഈ ഫോട്ടോ കണ്ടില്ലേ, ഇതില് കൊടുത്ത ആളുടെ ഇത് കാണുന്നുണ്ട്, രതീഷ് MTP എന്നാണ് കാണുന്നത്. ഇത് മേട്ടുപ്പാളയം ആണ് കേട്ടോ. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മേട്ടുപ്പാളയം പറഞ്ഞുള്ള സ്ഥലത്താണ് രതീഷ് മേട്ടുപ്പാളയം കൊടുത്തിട്ടുള്ള ഒരു മനോഹര ഗിഫ്റ്റ് ആണ് ഇത്. അതുപോലെ തന്നെ ഈ ട്രോഫിയെ കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരു രോമാഞ്ചം എന്നൊക്കെ പറയുന്നത് കണ്ട ഇപ്പോഴും ഇങ്ങനെ എണിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇത് വാങ്ങുന്ന അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു സമയത്ത് ഒരുപാട് പ്രാവ് പ്രേമികളുടെ ഇടയിൽ ഇതുപോലത്തെ ഒരു ട്രോഫി കയ്യിലൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അഭിമാന നിമിഷമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു പകുതി ഉണ്ട്, ഏകദേശം ഞാനൊരു 5 അടിയൊക്കെ ഉണ്ടാവും തോന്നുന്നു. എന്റെ ഒരു 3-3.5 അടിക്ക് ട്രോഫി ഉണ്ട്. ഇതിന് വലിയ ട്രോഫി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്നേഹ സമ്മാനം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ട്രോഫി നല്ല ഗോൾഡ് കളർ കണ്ടിട്ടുണ്ട്. ഈ മനോഹരമായിട്ടുള്ള ട്രോഫി ഇത് വന്നിട്ട് ബ്രേക്കിംഗ് വേൾഡ് റെക്കോർഡ് റീജിയൻ ഫ്ലൈങ് ഇൻ പാലക്കാട്. ഇത് മുരളിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് കഞ്ചിക്കോടുള്ള ഒരു പ്രാവ് സ്നേഹി കൊടുത്താണ്ട ഇബ്രാഹിംകാർക്ക് സ്നേഹ സമ്മാനമായിട്ട്. ഇബ്രാഹിംകാരുടെ ഫോട്ടോ, ഇബ്രാഹിംകാരുടെ അനിയുടെ ഫോട്ടോ ഇതില് ചെയ്തിട്ടുണ്ട്. 3/8/2024 എന്ന് പറയുന്നത് 18 മണിക്കൂറും 45 മിനിറ്റും ആണ് പറത്തിയിട്ടുള്ള ടൈം ആട്ടോ. ഇത് വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് ആട്ടോ. നോക്കിയേ, ഫസ്റ്റ് പ്രൈസ് ആണ്. അതാണ് അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2021 മുതൽ 24 സീസൺ വരേക്കുള്ള ട്രോഫികളാണ്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. വാ, ഇത് വന്നിട്ട് ഷമീം ചടനാംകുറിശി പറഞ്ഞിട്ടുള്ള ആൾക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ട്രോഫിയാണ് കേട്ടോ. ഗോപി മെമ്മോറിയൽ ടൂർണമെന്റ് 2024 സീസണിൽ. അതുപോലെ ഈ ഒരു ട്രോഫി കണ്ടില്ലേ, ഇത് വന്നിട്ട് ഇതിന്റെ ഡേറ്റ് 2022 പള്ളിക്കുളം എന്ന് പറഞ്ഞാണ് ഇതിന്റെ അഡ്രസ് കാണിക്കുന്നത്. പാണ്ഡൻ ബ്രദേഴ്സ്, സ്പോൺസർഡ് ബൈ പാണ്ഡൻ ബ്രദേഴ്സ് പള്ളിക്കുളം. എന്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത ട്രോഫി ഇതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, എന്താണ് ഇത് നോക്കിയേ, ടോപ്പ് ടൈം സ്പോൺസർഡ് ബൈ പാണ്ഡൻ ബ്രദേഴ്സ് പള്ളിക്കുളം 2024 കേട്ടാ. ഇത് വന്നിട്ട് സ്പോൺസർഡ് ബൈ ടോപ്പ് ടൈം ഇർഫാൻ ഷമീർ MLA റോഡ് കേട്ടാ. അപ്പോ ഇതൊക്കെ പറയുമ്പോ ഒരു പ്രാവ് പ്രേമിക്ക് കിട്ടുന്ന നമ്മളെ ഏറ്റവും വലിയ ഒരു ഹൃദയ സ്പർശമായിട്ടുള്ള ഒരു സമ്മാനങ്ങളാണ്. ഒരാൾ സ്പോൺസർ അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾക്ക് ഒരു സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് തന്നെ ഒരു കണ്ണു നിറയുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇബ്രാഹിം ക അതുപോലെ തന്നെ അവർക്കൊക്കെ പറയുമ്പോൾ അത് കിട്ടുന്ന ഒരു സമയത്ത്, ആ സ്റ്റേജിൽ പോയിട്ട് മേടിക്കുന്ന ഒരു സമയത്ത് കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് നോക്കിയേ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പല ടൈപ്പിലുള്ള സർട്ടിഫിക്കറ്റ് ആട്ടോ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, ഇതൊക്കെ ഒരുപാട്. മൊത്തം നോക്ക് 19, 21 അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് കേട്ടോ. 14 മണിക്കൂറിന്റെ, അതുപോലെ 16 മണിക്കൂറിന്റെ, അതുപോലെ 13 മണിക്കൂറിന്റെ, അതുപോലെ ഫസ്റ്റ് പ്രൈസ് കേട്ടാ. ഇത് എപ്പോഴത്തെ നോക്കട്ടെ, 2022 ഗ്രൂപ്പ് B ശിവൻ ആൻഡ് പഞ്ചിക നമ്മുടെ ടൂർണമെന്റ് ആട്ടത്. അത് വന്നിട്ട് 17 മണിക്കൂറിന്റെ ആട്ടാ. 17 മണിക്കൂറും 32 മിനിറ്റും പറത്തിട്ട് ഫസ്റ്റ് പ്രൈസ്. ഇത് വന്നിട്ട് റോയൽ ഹൈ ഫ്ലയർ PGN ആണ്. ഇത് വന്നിട്ട് 4th പ്രൈസ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ സമയം വന്നിട്ട് 15 മണിക്കൂറും 7 മിനിറ്റും ആണ് പറത്തിയിരിക്കുന്നത്. പാലക്കാട് ഡിസ്ട്രിക്ട് സേവ് PGN ടൂർണമെന്റിൽ 2023 സീസണിൽ പറപ്പിച്ചുള്ള സമയമാണ് 19 മണിക്കൂറും 4 മിനിറ്റ് കേട്ടോ. അതിൽ ആൾക്ക് സെക്കൻഡ് ആണ് കിട്ടിയിരിക്കുന്നത്. 8:30 PM ടൂർണമെന്റ്, അതില് 13 മണിക്കൂറും 28 മിനിറ്റും. അതുപോലെ പാലക്കാട് ഡിസ്ട്രിക്ട് ഫ്ലൈയിങ് PGN പുതുപ്പേരൻ ക്ലബ്ബ് 2023 8:30 ടൂർണമെന്റിന് തന്നെ ഇത് വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ. എന്റെ മച്ചാനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 8:30 പന്തയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 8:30 വരെ നിൽക്കുന്ന ടൂർണമെന്റ് ആണ്. 8:31 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവ് ഔട്ടാണ്. അതിൽ വന്നിട്ട് 13 മണിക്കൂറും 29 മിനിറ്റും പോരെ. ബ്രദേഴ്സ് PGN പ്ലേയേഴ്സ് അസോസിയേഷൻ ടൂർണമെന്റ്, ഇതിൽ വന്നിട്ട് 2023 സീസണിൽ 19 മണിക്കൂറും 4 മിനിറ്റ് ആട്ടാ. ഇത് പറഞ്ഞിട്ട് ഫസ്റ്റ് പ്രൈസ് ആണ്, ഫസ്റ്റ് പ്രൈസ്. അതിലൊരു മനോഹര ഫോട്ടോ എന്താ വെച്ചാൽ അനിയത്തി പ്രാവില് കുഞ്ചോക്ക ഭവൻ ആ ഹീറോ ഹോണ്ട സ്പെൻഡറിൽ നിൽക്കണില്ലേ, അതുപോലത്തെ ഒരു ലുക്ക്. ഫസ്റ്റ് പ്രൈസ് നോക്കിയ റെഡ് വെയിലിൽ കണ്ടില്ലേ, 18 മണിക്കൂറും 45 മിനിറ്റും. ഹാർട്ടിക്ക് അടിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം പേഴുങ്ങര 19 മണിക്കൂറും 4 മിനിറ്റും ആണ് കേട്ടോ. അതിന് പറപ്പിച്ചൊരു ഫസ്റ്റ് പ്രൈസ് ആണ് ഈ കാണുന്നത്.
2022 സീസണിൽ കേട്ടാ ഫസ്റ്റ് പ്രൈസ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17 മണിക്കൂറും 32 മിനിറ്റ് ആട്ടോ. സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കണ കൂട്ടത്തില് കണ്ടുട്ടാ. ഇതാണ് അത് 33:28. എന്റെ മച്ച ഇത് നോക്കിയേ. അത് കഴിഞ്ഞിട്ട് വേറൊന്നിട്ടാ, ശിവൻ പഞ്ചിക്ക മെമ്മോറിയലിന്റെ ഇബ്രാഹിം പേഴുങ്കര 13/7/2024. അതുപോലെ 17/7/2024 ഫസ്റ്റ് പ്രൈസ് ഇട്ടാ. 33 ഇതിന്റെ ഇതാണ്. 4:28 PM 33 മണിക്കൂറും 28 മിനിറ്റ്. 2024 2014 കേട്ടാ, 10 വർഷം മുന്നുള്ളത്. അതിൽ വന്നിട്ട് സമയം നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇതാ കണ്ടോ? അതുപോലെ എല്ലാ പ്രാവപ്രേമികളുടെയും ഒരു ഡ്രീമാണ് പറഞ്ഞ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു കപ്പ് അതിലൊക്കെ മേടിക്കാന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താട്ടോ ഇഷ്ടം പോലെ. ഇതാണ് നമ്മുടെ ടീം. ഇബ്രാഹിം പേഴുങ്കര പറഞ്ഞ നമ്മുടെ പറപ്പിക്കുന്നതിന്റെ ടീം. പിന്നെ ഒരു 3 ആളും കൂടി ഉണ്ട് ഇതില്, എത്തിപ്പെട്ടിട്ടില്ല. സോഗു സഹീർ പറയും, പിന്നെ ഇജാസ്, പിന്നെ ഒരു ഉമർ ഫാറൂഖ് ഉണ്ട്. 3 ആളും വെളിയിലാണ്. 2 പ്രാവുകളാണ് പറഞ്ഞത്. ഇതൊന്ന് 29 മണിക്കൂർ പറഞ്ഞ പ്രാവ്, ഇതും ഈ പ്രാവ് വന്നിട്ട് 33 മണിക്കൂറും 28 മിനിറ്റും പറഞ്ഞത്. ഈ 2 പാറ്റേണാണ് പറഞ്ഞ പ്രാവ്. ഇതാണ് നമ്മള് എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്ന ആ 2 ബേർഡ് ഇട്ടാ. ഇത് രണ്ടും ഫീമെയിൽ ആണ്. ഇവൾക്ക് വന്നിട്ട് 4 വയസ്സാണ്, ഇവൾക്ക് വന്നിട്ട് 1 വയസ്സാണ്. ഏകദേശം കാഴ്ചക്ക് 2 ബേർഡും ഒരേപോലെ ഉണ്ട്. പക്ഷെ ഇവൾക്കാണ് വയസ്സ് കൂടുതൽ. നമ്മളെ പേഴുങ്കര സുൽത്താക്കന്മാരെന്ന് നമ്മളെ പാലക്കാട്ടുകാർക്ക് തന്നെ, അതുപോലെ തന്നെ വേൾഡിൽ തന്നെ എന്താണ് നമ്മളെ അറിയിപ്പിച്ച 2 ബേർഡുകളാണ് ട്ടാ ഇത്. ഇവള് ബ്ലാക്ക് ആണ്. ഇവള് വന്നിട്ട് ഒരു റെഡിൽ ശരിക്കും സൂര്യന്റെ ഒക്കെ ഒരു ഈ റിങ് എന്നൊക്കെ പറയണല്ലേ, അതുപോലെ കുറെ റിങ് ഒക്കെ കാണുന്നുണ്ട്. അതില് നല്ല ആകാന്തമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഒരു ഇതിന്റെ ഇതില് നോക്കിയേ. അവള് നോക്കിയേ, ഫുഡൊക്കെ ചോദിക്കണ നോക്കിയേ. നല്ല സ്നേഹമുള്ള ബേഡാട്ടോ. 2022 ഇവള് 20ന്റെ മേലെയൊക്കെ നന്നായിട്ട് പറന്നിട്ട് നമ്മളെ ഇബ്രാഹിം കാക്ക് നല്ലൊരു പേരൊക്കെ മേടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇബ്രാഹിം കാക്ക് 21:38 വരെ ഈ പ്രാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2022 2022 സീസണിൽ ഇവള് പറഞ്ഞ കേട്ടോ. യൂസ് ചെയ്യുന്ന ആൾക്കാരും പറപ്പിക്കുന്ന ആൾക്കാർക്കും ഒരു ഡൗട്ടാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്ത പ്രാവുകൾ പറക്കില്ല എന്നൊക്കെ. അപ്പൊ ഇവിടെ ഇബ്രാഹിം ഖാനെ ലോഫ്റ്റിൽ വന്നപ്പോ ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരു കാരണം, ഈ ബേർഡ് 33 സംതിങ് പറന്ന പ്രാവ് മുട്ടിയിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു എന്തൊക്കെ അത് മുട്ടിയിട്ട് കിടക്കുന്ന വെച്ചപ്പോ മൂപ്പര് ചിരിച്ചിട്ട് അതിന്റെ 2-3 കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോ നെട്ടിപ്പോയി. കുഞ്ഞിനെ ഊതിപ്പിച്ച് തന്നെയാണ്. അവളാണ് 33 മണിക്കൂർ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോ അതിൽ വലിയൊരു കാര്യമൊന്നുമില്ലല്ലോ. കാണിച്ചിരുന്നു നിങ്ങൾക്ക്. നമ്മള് എപ്പോഴും ജോഡി ഇടുന്ന സമയത്ത് 2 വയസ്സ് കഴിഞ്ഞാല് പെൺപ്രാവിന് 2 വയസ്സ് കഴിഞ്ഞാൽ ജോഡി ഇടുള്ളൂ. അപ്പൊ 4 വയസ്സായി. അതെ, ഇപ്പൊ 2 വയസ്സായി. ഈ പ്രാവിന് പിന്നെ ഇപ്പൊ തന്നെ 2 വയസ്സായി. ഇതതിന്റെ മകളാ ഈ പ്രാവ്. ഇതതിന്റെ മകൾ. ഇതൊരു ബ്ലാക്കും ഒരു റെഡ് ആണ് ഈ പ്രാവ് ഉള്ളത്. ഇത് നമുക്ക് മത്സര ദിവസം പറക്കേണ്ടതായിരുന്നു. അതെ, മത്സര ദിവസം പറക്കുന്ന സമയത്ത് ഇതിന്റെ ഫാൽക്കൺ അറ്റാക്ക് ചെയ്തിട്ട് ഈ കൺപീരിന്റെ അവിടെ അടിയിട്ടി എന്നിട്ട് റെസ്റ്റിലായി പോയി. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പറത്തണ സമയമാകുമ്പോഴേക്കും നമ്മുടെ മത്സരങ്ങൾ കഴിഞ്ഞു. ഈ 33 മണിക്കൂർ പറന്ന പ്രാവ് ഊതിയിട്ട് പ്രാവുകളെ സ്വന്തം ഊതണം. ഒരു മുട്ടയെ വെക്കുള്ളൂ. ഒരു മുട്ടയെ വെക്കുള്ളൂ. ആ 2 ആൺപ്രാവും പെൺപ്രാവും ഊതണം. എന്നാലേ അത് അടക്കുള്ളൂ. അല്ലാതെ നമ്മള് മാച്ചിൽ പ്രാവുകൾ കണ്ട പ്രാവുകൾ കണ്ടറിയാം ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല എന്നുള്ളത്. അപ്പോ ഇതൊന്ന് ഇനിയും ഉണ്ട് പ്രാവുകള്. ഇപ്രാവശ്യം പറവ കഴിഞ്ഞ ശേഷം ഞാൻ ചെറിയൊരു കുഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ആൺപ്രാവ് കുഞ്ഞാണ്. ഈ പ്രാവിനെ ഞാൻ പറത്തില്ല. ഇത് കണ്ണൊക്കെ വ്യത്യാസമുണ്ട്, നല്ല രസമുണ്ട് കണ്ണ്. ഇതിന്റെ അപ്പന്റെ മോഡലാണത്. റെഡ് പീരുകായിട്ടുള്ള പ്രാവ് അല്ലെ? ഇതിന്റെ അപ്പന്റെ മോഡലാണ്. ഇതിന് ഞാൻ പറത്തില്ല. ഇത് ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ബ്രീഡിങ് തീരെ പറത്തില്ല. അത് ചിറക് കൊടുക്കും. നമുക്ക് ഇവിടെ പറന്നിറങ്ങല്ലാതെ നമ്മള് ടൂർണമെന്റ് നമ്മൾ ബ്രീഡിങ്ങിനായി വെച്ചിരിക്കുക. ഇതിന്റെ അപ്പനുണ്ട്. ഇതിന്റെ ഒരുപാട് കുഞ്ഞുങ്ങളെന്താണ്. ഒരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഈ ടൂർണമെന്റ് സമയത്ത്. നമ്മൾ ടേൺ വിട്ട സമയത്ത് അനിയൻ പറഞ്ഞിട്ടുണ്ട് അത് കാറിൽ പെട്ടു. മകളും അമ്മയും ഒരുമിച്ച് പറക്കേണ്ടതാണ്. അത് മിസ്സായി. അത് ആ പ്രാവ് മിസ്സായി. അത് ടൂർണമെന്റ് പിറ്റേ ദിവസം വന്നപ്പോ പ്രാവ്
എന്തായി ഇവിടെ മത്സരമായിരുന്നു. ബ്രദേഴ്സ് ടൂർണമെന്റ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അപ്പനാണ് അതിന്റെ റെഡ് ഇതിന്റെ ഒരു കണ്ണ് നമ്മുടെ എന്റെ അശ്രദ്ധയും കൊണ്ട് കൂട്ടിന്റെ അടിയിൽപ്പെട്ടു. ഇത് ഈ കണ്ണല്ല, അവിടെ അപ്പുറമുള്ള ഈ കണ്ണാണ് ഇപ്പൊ നിലവിൽ കാണുള്ളൂ. അപ്പൊ ഈ പ്രാവിന് ഒരു കണ്ണുള്ളൂ കേട്ടോ. അതിനുശേഷം അല്ലെങ്കിൽ ഇത് കൊല്ലം പറക്കേണ്ട പ്രാവാണ്, 2024 പറക്കേണ്ട പ്രാവായിരുന്നു. ഇതാണ് നമുക്ക് 2022 21 മണിക്കൂറും 38 മിനിറ്റും പറഞ്ഞത്. ഈ പ്രാവും ആ പ്രാവും കൂടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ജോഡി അങ്ങനെ ജോഡിട്ടാണ്. അവര് ഒരു വകുപ്പാണ് ജോഡി അങ്ങനെ അതിന് വകുപ്പ് വിന്നിംഗ് പീജന്റെ കാര്യം നമ്മൾ ആ ഒരു ഇതിന് വേണ്ടിട്ട് അങ്ങനെ ഇട്ടുന്നതാണ്. അതാണ് ഈ പ്രാവ്. ഇതാണ് അതിന്റെ ഒപ്പം അതിന്റെ ഏട്ടനെ നീനൊക്കെ ഉണ്ട്. അതെ ഈ കൈനൊന്ന് എടുക്കോ ആ പ്രാവിനെ? കൈ പ്രാവുകള് പിടിക്കാത്തോണ്ട് പിടിക്കില്ല, കയ്യിലൊക്കെ കടിക്കണ. അപ്പൊ കയ്യില് പ്രാവിനൊന്നും പിടിക്കുന്നില്ല. നല്ല പറന്ന പ്രാവുകളാണ്. 2017-18 കാലഘട്ടത്തൊക്കെ നല്ല പറന്ന പ്രാവാണ്. നമ്മുടെ ഷിബുവിന്റെ പന്തയം ഗോൾഡ് പന്തയം മൈൻസ് എന്നില്ലേ, ഈ പ്രാവ് നമ്മളെ പുതുപ്പുരാരൻ ടൂർണമെന്റിൽ ഗോൾഡ് പന്തയം മേടിച്ച 2019 പ്രളയ ദിവസം 2019 പ്രളയ ദിവസം ഏകദേശം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 10-ാം തീയതി ആഗസ്റ്റ് 10-ാം തീയതി അന്ന് ഈ പ്രാവ് ഗോൾഡൻ പന്തയത്തിൽ വിന്നിംഗ് ആയിട്ടുള്ള പീജനാട്ടെ. ഇതിന്റെ മകന്റെ മകളാണ് അത്. അപ്പൊ ഇതിനൊരു കണ്ണ കാണുമല്ലോ. ഇതേപോലെ നമുക്ക് താഴെയായിരുന്നു പ്രാവുണ്ടായിരുന്നത്.